എന്തായി ശ്രീയേട്ടാ, കാര്യങ്ങള് സക്സസ് ആയില്ലേ? സോറി പ്രിയങ്ക, ആദ്യ ശ്രമം പാഴായി. എന്താ അരവിന്ദ് അത് സൈൻ ചെയ്യില്ലെന്ന് പറഞ്ഞു? സൈൻ ചെയ്യില്ലെന്നൊന്നും പറഞ്ഞില്ല. പിന്നെ ആ ഫയല് വായിച്ചു നോക്കിയിട്ടേ സൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓ, അപ്പോ അരവിന്ദ് ഫയല് വായിച്ചു നോക്കി ഒപ്പിടാൻ തുടങ്ങി. അതെ പ്രിയങ്ക, സാധാരണ ഫയല് മറിച്ചു നോക്കാൻ പോലും മെനക്കെടാത്ത അരവിന്ദ് ഇപ്പൊ എന്താ ഇങ്ങനെ പറഞ്ഞെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ശ്രീയേട്ടാ, അരവിന്ദ് ആ ഫയല് വായിച്ചു നോക്കിയാൽ ഉറപ്പായിട്ടും അതിൽ ഒപ്പുവയ്ക്കില്ല. കാരണം നമ്മുടെ കമ്പനി ഉൾപ്പെടെ ഏകദേശം എല്ലാ കമ്പനികളും റിജക്ട് ചെയ്ത മെറ്റീരിയൽസ് അത്. അതുകൊണ്ട് ശ്രീയേട്ടൻ അത് അരവിന്ദിനെ കൊണ്ട് വായിപ്പിക്കാതെ വേണം അതിൽ സൈൻ ചെയ്യിപ്പിക്കാൻ. പ്രിയങ്ക, അതത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. നത്തിങ് ഈസ് ഇംപോസിബിൾ. അസാധു എന്നൊരു വാക്കുണ്ടോ നാഗമടത്തുകാരുടെ നിഘണ്ടുവിൽ? അങ്ങനെയൊരു വാക്കില്ല. ചില സാഹചര്യങ്ങളിൽ ബുദ്ധിയല്ല, തന്ത്രമാണ് അഭികാമ്യം. ഞാൻ പറയുന്നത് പോലെ ശ്രീയേട്ടനങ്ങ് ചെയ്താ മതി. എക്സ്ക്യൂസ് മീ സർ. ശ്രീനിവാസ്, കൺഗ്രാറ്റുലേഷൻസ് സർ. എന്തിനാ കൺഗ്രാറ്റുലേഷൻസ്? പറയാം സർ. ആദ്യം സാറി സ്വീറ്റ്സ് എടുക്കൂ. അല്ല, ശ്രീനിവാസുകാരെ കാര്യം പറഞ്ഞില്ല. തൊടുന്നതെല്ലാം പൊന്നാക്കൊന്ന് കേട്ടിട്ടേ ഉള്ളൂ സർ. ഇപ്പോഴാ കണ്ടത്. ശ്രീനിവാസ് എന്താ പറയുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. സർ, സാറ് സൈൻ ചെയ്ത 2 പ്രോജക്ടുകളും കോടികളുടെ ലാഭം കൈവരിച്ചിരിക്കുകയാണ്. അതിന് തൊട്ടതെല്ലാം പൊന്നെന്നല്ലേ സാർ പറയാൻ പറ്റൂ. ഒരിക്കൽ കൂടി എല്ലാ സ്റ്റാഫിന്റെയും എന്റെയും പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു ശ്രീനിവാസ്. ബിസിനസിൽ ആനന്ദ് സാറിന്റെ സാക്ഷാൽ അനുജൻ തന്നെ. ഞാനേ ഇതെന്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വിളിച്ചറിയിക്കട്ടെ. ഇതിരിക്കട്ടെ. താങ്ക്സ്. സുബണ, ട്രാൻസ്ഫർ ആയിന്ന് വെച്ച് വല്ലപ്പോഴും ഒന്ന് വിളിച്ചൂടെ? ഉണ്ടല്ലോ, വിശേഷമുള്ളതുകൊണ്ടല്ലേ വിളിച്ചത്. വേറൊന്നല്ല സുബണ, ഞാൻ ആദ്യമായിട്ട് സൈൻ ചെയ്ത 2 പ്രൊജക്ടുകളും വൻ പ്രോഫിറ്റിലാന്നാ പറഞ്ഞ. താങ്ക് യു. ഇത് തന്നെ പറ്റിയ അവസരം. പ്രിയങ്ക ഫയൽ ഒപ്പിടിപ്പിക്കാൻ പറഞ്ഞ മുഹൂർത്തമായി. മച്ചു, നിങ്ങളിതെവിടെ? അതെ, ഇന്ന് വൈകുന്നേരം നമ്മളൊന്ന് കാണുന്നു. സ്ഥലവും സമയമൊക്കെ നിങ്ങൾ തീരുമാനിച്ചു. എല്ലാരും വിളിക്കണം. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാരും വിളിച്ചോ. സോറിടാ, സമയമില്ലാത്തോണ്ടല്ലേ. എല്ലാ പരാതികളും നമുക്ക് ഇന്ന് തീർക്കാം. ഓക്കെ 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 സർ, ഈ ഫയലിലൊന്ന് സൈൻ ചെയ്ത് തരണം. ഇല്ലടാ, അവനെയും വിളിച്ചോ? ഞാൻ ആദ്യമായിട്ട് സൈൻ ചെയ്ത 2 പ്രൊജക്ടുകളെ വൻ ലാഭത്തിലേക്ക് പോകുന്നേ. സർ, ഇതുകൂടി. ഓക്കെ. എക്സ്ക്യൂസ് മീ സർ. യെസ്, പറയൂ ശ്രീനിവാസ്. അർജന്റ് ഫയൽസ് വല്ലതും ഉണ്ടോ? അതല്ല സർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. സാറ് കയറി വന്ന ഉടൻ തന്നെ
അതെങ്ങനെ പറയുമെന്ന് ഓർത്തപ്പോ ഒരു വിഷമം. പറയൂ ശ്രീനിവാസ്, എന്താ പ്രശ്നം? നമ്മുടെ ടെക്സ്റ്റൈൽസ് കമ്പനിക്ക് മെറ്റീരിയൽ ഇറക്കിയ വകയിൽ 50 കോടിയുടെ നഷ്ടം വന്നിരിക്കുന്നു സർ. വാട്ട്? 50 കോടിയോ? അതെങ്ങനെ സംഭവിച്ചു? അത് ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽസ് ആണെന്ന് ക്വാളിറ്റി കൺട്രോളർ പറയുന്നു സർ. നോ വേ, ഇറ്റ്സ് എ റോങ് മെസ്സേജ്. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയണം. ഈ മെറ്റീരിയൽസ് വാങ്ങാനുള്ള കോൺട്രാക്ട് കൊടുത്തത് ആരാ? അരവിന്ദ് സാറാണ് ആ ഫയലുകളൊക്കെ സൈൻ ചെയ്തത്. ആ ഫയലുകളോടെ? ഞാൻ ആദ്യമായിട്ട് സൈൻ ചെയ്ത 2 പ്രൊജക്ടുകളെ വൻ ലാഭത്തിലേക്ക് പോകുന്നേ. ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള അംഗം തോൽക്കുന്നവർ മരിക്കണമെന്നാണല്ലോ അംഗത്തിന്റെ നിയമം. തൃച്ചംബരത്ത് ഈ 2 പേരിൽ ഒരാൾ ഇല്ലാതാകണം. എനിവേ, താങ്ക് യു ശ്രീയേട്ടാ. ശരി പ്രിയങ്കേ, നമുക്ക് നേരിട്ട് കാണാം. ഇതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ ശരിയല്ലേ? ഇതിലപ്പോ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അതാ ഇപ്പൊ ക്ലിയർ ആയി. താങ്ക് യു കല്യാണി. മാഡം, നോക്ക്, ഞാൻ ഗെയിം കളിച്ചോണ്ടിരിക്കാം. ഓർത്ത് മാഡം എനിക്ക് തന്നോ കല്യാണി? അനിമിഞ്ഞ് ചായ വേണ്ട രണി, ഞാനേ ഈ ഗെയിമിന്റെ ഫൈനൽ മോഡിലാ. ശ്രദ്ധ ഇല്ലെങ്കിൽ ചിലപ്പോ തോറ്റു. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യാം. താങ്ക്സ്. ഞാൻ അവസാനമായിട്ട് നിന്നോട് പറയുക, ഇനി മേലിൽ ഇങ്ങനെ ഉണ്ടായാൽ അനിയനാണെന്ന് ഞാൻ നോക്കില്ല. ഓട്ടിച്ച് കാരണം പോയിക്കും ഞാൻ. ഇപ്പൊ നടന്നതെല്ലാം അരവിന്ദ് അങ്ങ് പെട്ടെന്ന് മറന്നുപോയോ? എന്ത് നടന്നു? അരവിന്ദിനെല്ലാം ഒരു നിമിഷം കൊണ്ടങ്ങ് മറക്കാം അല്ലേ? എല്ലാം നിസ്സാരം. അതിനിപ്പോ അങ്ങനെ ഓർത്തു നോക്കി ഇവിടെ എന്താ സംഭവിച്ചേ? കോടികളുടെ നഷ്ടമുണ്ടാക്കിയതിന് എല്ലാവരും കൂടി അരവിന്ദിനെ വളഞ്ഞിട്ട് ആക്രമിച്ചതൊക്കെ മറന്നോ? അതിനാണോ അതാണോ അങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? എടീ, അമ്മയും അച്ഛനും ബ്രോയൊക്കെ എന്നെ വഴക്ക് പറയും. അതൊന്നും ഇത്ര പുതിയ കാര്യമൊന്നുമില്ല. അരവിന്ദിന് അത് കുഴപ്പമില്ലായിരിക്കും. പക്ഷെ എന്റെ കഴുത്തിൽ താലി കിട്ടിയ പുരുഷനെ എല്ലാവരും കൂടി ചേർന്ന് അപമാനിക്കുമ്പോ അതെനിക്ക് സഹിക്കില്ല. സഹിക്കാൻ പറ്റില്ല അരവിന്ദ്. എന്താ കല്യാണി? ഏയ്, ഒന്നുമില്ല. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടാവരുത്. ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാവാൻ കാത്തിരിക്കുന്നവരും ഉണ്ട്, അതാലോചിച്ച് നിന്നതാ. നീ പറഞ്ഞത് ശരിയാ പ്രിയങ്കേ. ഈ പ്രശ്നം നടക്കുമ്പോൾ ഞാൻ നന്ദനയുടെ മുഖഭാവം ശ്രദ്ധിച്ചിരുന്നു. അവള് വല്ലാതെ ടെൻസ്ഡ് ആയിരുന്നു. എന്നാ ഇനി ഞാൻ പറയുന്നത് ആന്റി ശ്രദ്ധിച്ചു കേൾക്കണം. നന്ദനയുടെ മനസ്സിപ്പോ ആയുധങ്ങൾ പഴുപ്പിക്കുന്ന ആലയിലെ ഉല പോലെയാണ്. ഉലയിൽ ഊതും തോറും ആയുധങ്ങളുടെ മൂർച്ച കൂടും.
നന്ദനെ ആന്റി അങ്ങനെയാക്കി മാറ്റിയെടുക്കണം. അവൾ ഒരാൾ മതി. തൃച്ചംബരത്തെ ഒരു കലാപഭൂമിയാക്കി മാറ്റാൻ. അത് ഞാൻ ഏറ്റു പ്രിയങ്കേ. എന്നാൽ ഓക്കെ ആന്റി. ശരി. അവിടുത്തെ എല്ലാവരെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അവിടുത്തെ മറ്റുള്ളവരെ പോലെ അല്ല അരവിന്ദ്. അരവിന്ദ് കഴിവില്ലാത്ത ഒരാളാണെന്ന് അവിടെയുള്ളവരൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഞാനങ്ങനെ പറയില്ല. ആ വീട്ടിൽ 2 നീതിയാണ്. ആനന്ദിനോടൊന്ന്, അരവിന്ദിനോട് മറ്റൊന്ന്. അഖിലാന്റി ആനന്ദിന് കൊടുത്ത സ്നേഹവും വാത്സല്യവും പരിഗണനയും ഒന്നും ഒരിക്കലും അരവിന്ദിന് നൽകിയിട്ടില്ല. ഒരു സംശയവും വേണ്ട. അരവിന്ദും അഖിലാന്റിയും അവളോട് കാണിക്കുന്ന പകുതി പോലും സ്നേഹവും പരിഗണനയും നിന്നോട് കാണിക്കുന്നില്ല. അതിന്റെ ഉദാഹരണമല്ലേ നിനക്ക് അവകാശപ്പെട്ട ആ പരമ്പരാഗത മാല ആ അടുക്കളക്കാരിക്ക് നൽകിയത്. ബിസിനസ്സിൽ അഖിലാന്റി ആനന്ദിന് കൊടുത്ത അവസരങ്ങളൊന്നും അരവിന്ദിന് നൽകിയിട്ടില്ല. അരവിന്ദിന് ബിസിനസ്സിൽ ഒരു പാളിച്ച വന്നിട്ടുണ്ടെങ്കിൽ അത് അരവിന്ദിനെ ബിസിനസ്സിൽ ഇറക്കാൻ താമസിച്ചതിന്റെ പേരിൽ വന്നിട്ടുള്ളതാണ്. അരവിന്ദിന് തൃച്ചംബരത്തുനിന്ന് കിട്ടുന്ന ഈ അവഗണനകളൊന്നും ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. അത് പണ്ട് മുതലേ ഉണ്ടായിട്ടുള്ളതാ. അരവിന്ദിന്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിലും നന്ദനയ്ക്ക് സമാധാനം കിട്ടണമെങ്കിലും ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. കമ്പനി ഭാഗം വയ്ക്കണം. അറിഞ്ഞു ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കണം. ഓ, എന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എനിക്കിപ്പോഴാ മനസ്സിലാവുന്നത്. തൃച്ചംബരത്തെ തകർക്കാൻ പണമെടുത്താടുന്ന നാഗമടത്തെ സർപ്പമല്ലേ നീ? നിന്റെ വേലകളൊന്നും എന്റെ മുന്നിൽ ചെലവാവില്ല. ഞാൻ ഭാഗം വയ്ക്കണമെന്ന് പറഞ്ഞത് നന്ദന തെറ്റായി ധരിച്ചു. ഞാൻ പറഞ്ഞത് തൃച്ചംബരം വീതം വയ്ക്കണമെന്നല്ല. കമ്പനികളെ 2ആക്കി ഒരു ഭാഗം അരവിന്ദിനെ ഏൽപ്പിക്കണമെന്നാ. അരവിന്ദ് അപമാനിക്കപ്പെട്ടത് സഹിക്കവയ്യാതെ ഞാനൊന്ന് പുറത്തേക്കിറങ്ങി. റെസ്റ്റോറന്റിൽ വന്നിരുന്നപ്പോ ഞാൻ അവിടെ വെച്ച് അവളെ കണ്ടു. പ്രിയങ്കെ, പ്രിയങ്കയോ? എന്നിട്ട് പറയാം. അരവിന്ദിന്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിലും നന്ദനയ്ക്ക് സമാധാനം കിട്ടണമെങ്കിലും ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. കമ്പനി ഭാഗം വയ്ക്കണം. ഞാൻ പറഞ്ഞത് തൃച്ചംബരം വീതം വയ്ക്കണമെന്നല്ല. കമ്പനികളെ 2ആക്കി ഒരു ഭാഗം അരവിന്ദിനെ ഏൽപ്പിക്കണമെന്നാ. അങ്ങനെ കമ്പനികൾ അരവിന്ദിന്റെ പേരിൽ സ്വന്തം ചുമതലയിൽ വരുമ്പോ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. ബിസിനസ്സിൽ ആനന്ദിനൊപ്പം അരവിന്ദും മുന്നേറും. പറഞ്ഞത് നമ്മുടെ ശത്രുവാണെങ്കിലും അവള് പറഞ്ഞതിൽ കാര്യമില്ലേന്ന് എനിക്ക് തോന്നി. അതിനെപ്പറ്റിയാ ഞാൻ ചിന്തിച്ചോണ്ടിരുന്നത്. ഞാൻ പറഞ്ഞിട്ടാണെന്ന് ഇതൊരിക്കലും അരവിന്ദോ അഖിലാന്റിയോ അറിയാൻ പാടില്ല. ഏയ് ഇല്ല, ഒരിക്കലും ഇല്ല. വിശ്വസിക്കാം. ശരി. ആനന്ദ്, ചില കാര്യങ്ങൾ അരവിന്ദൻ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്.
അമ്മയോടും അച്ഛനോടും എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താണ് പ്രധാനപ്പെട്ട കാര്യം? അമ്മ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അമ്മയും അച്ഛനെ അംഗീകരിക്കണം. അരവിന്ദ് നമുക്കൊക്കെ ഇപ്പോഴും കൊച്ചുകുട്ടിയായിരിക്കാം. പക്ഷെ ഇവൻ മുതിർന്നു, വിവാഹിതനായി. ഇവന് മറ്റൊരു അവകാശിയായി ഇവന്റെ ഭാര്യ നന്ദനയുണ്ട്. ഇനി ഇവന്റെ കാര്യത്തിൽ നമ്മൾ വേണ്ടത് ചെയ്തില്ലെങ്കിൽ അത് ഇവനോട് നമ്മൾ കാണിക്കുന്ന നീതികേടായിരിക്കും. ഈ ആനന്ദേട്ട എന്താ ഈ പറഞ്ഞു വരുന്നേ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഇനി അരവിന്ദേട്ടനെ തൃച്ചംബരത്ത് അവകാശിയാക്കാനുള്ള നീക്കമാണോ? ഇവനും ബിസിനസ്സിൽ വലിയൊരാളാവണം, ഈ സൊസൈറ്റിയിൽ അറിയപ്പെടണം. അതുകൊണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടിട്ട് അംഗീകരിക്കണം. നീ പറ. കമ്പനി അരവിന്ദിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. രണ്ടിലൊന്ന് അരവിന്ദ് നോക്കി നടത്തട്ടെ. അയ്യോ, അത് ശരി, അതായിരുന്നല്ലേ ഭാഗം വെക്കല്. വിലാസിനി ആന്റി ചിന്തിച്ചതുപോലെ തൃച്ചംബര ഉണ്ടാവാൻ പോണു. ആന്റിയുടെ പ്ലാൻ വലിക്കാൻ പോണു. ബ്രോ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? കമ്പനി ഭാഗം വയ്ക്കാൻ പോകുന്നോ? ബ്രോ, ഇതൊന്നും ശരിയാവില്ല. അമ്മേ, അച്ഛാ, ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത്. ഞാൻ നന്നായി ആലോചിച്ച് നിന്റെ നന്മയ്ക്ക് കൂടി പറയുന്നത്. അമ്മയും അച്ഛനും ഇതിന് സമ്മതിക്കണം. പകുതി കമ്പനികളുടെ ഉടമസ്ഥാവകാശം ഇവന്റെ പേരിലാവുമ്പോൾ അതിന്റെ ലാഭവും നഷ്ടവും ഇവൻ തിരിച്ചറിയും. ഉത്തരവാദിത്തങ്ങൾ കൂടും. നല്ലൊരു ബിസിനസ്സുകാരനെന്ന നിലയിൽ സമൂഹത്തിൽ ഇവൻ അറിയപ്പെടുകയും ചെയ്യും. അതെനിക്ക് ഉറപ്പാ. അമ്മേ, ഇത് വേണ്ടട്ടോ. ബ്രോ ഇതൊക്കെ പറയും. അമ്മ ഇതിന് നിൽക്കരുത്. അരവിന്ദ്, നീ മിണ്ടാതിരിക്കുക. തീരുമാനം അമ്മ പറയട്ടെ. ആനന്ദ്, മനസ്സുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഇതിന് അനുവദിക്കില്ല. പക്ഷേ നന്മയല്ലാതെ ഒരു കാര്യവും നീ ചെയ്യില്ലെന്ന് ഞങ്ങൾക്കറിയാം. നിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റുകയില്ല. അതുകൊണ്ട് നിന്റെ തീരുമാനം ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. തെറ്റായിപ്പോയി നന്ദനെ. ബ്രോ എന്നെ കുറിച്ച് എന്താ കരുതാന്നറിയോ? ഇതെല്ലാം ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാന്ന് ബ്രോ കരുതില്ലേ? ആനന്ദ് അങ്ങനെയൊന്നും കരുതില്ല അരവിന്ദ്. ഞാൻ പറഞ്ഞത് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം ആനന്ദ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തീരുമാനിച്ചതുപോലെ കമ്പനിയുടെ ചുമതല ഏറ്റെടുത്ത് നല്ല പേരുണ്ടാക്കാൻ നോക്ക്. ഇതിനപ്പുറം എനിക്ക് നല്ല പേരൊന്നും കിട്ടാനില്ല. എന്റെ മനസ്സും തകർത്തു, എന്റെ കുടുംബം തകർത്തു. നീ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നു നീ കരുതണ്ട. കാണിച്ചു തരാം ഞാൻ. ബ്രോ, ദയവ് ഇത് കമ്പനി ഭാഗം വെക്കുന്ന തീരുമാനം മാറ്റണം. എനിക്ക് അതിനോട് യോജിക്കാൻ താല്പര്യമില്ല. എനിക്കത് പറ്റില്ല. അരവിന്ദ്, ഇത് ഞാൻ നല്ലതുപോലെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. അതിലൊരു മാറ്റവും. ബ്രോ, എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. അതെല്ലാം ബ്രോ എന്നോട് ക്ഷമിക്കണം. പക്ഷെ എനിക്കൊരു തീരുമാനം എടുക്കരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിനക്ക് ഭാരമായിട്ട് തരുന്നൊന്നുമല്ല കമ്പനി, നിന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാ. നീ ഇങ്ങനെ വാശി പിടിക്കരുത്. ചുമതലകൾ ഏറ്റെടുക്കണം. ഇല്ല ബ്രോ, ബ്രോയെ എനിക്കറിയുന്നിടത്തോളം മറ്റാർക്കും അറിയില്ല. കുട്ടിക്കാലം മുതൽക്ക് എന്നെ ചേർത്ത് പിടിച്ച് കൊണ്ടു നടക്കുന്നത് എന്റെ ബ്രോ. ബ്രോ, ഇത് സ്വന്തം താല്പര്യത്തിലെടുത്ത തീരുമാനമല്ല. ഇതിന്റെ പിന്നിൽ നന്ദനയാണെന്ന് എനിക്ക് മനസ്സിലായി.
എന്താ ബ്രോ ഇങ്ങനെ നോക്കുന്നേ? ഇതിന്റെ പിന്നിൽ നന്ദനയാണെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലായിന്നായിരിക്കും. ഞാൻ ദേഷ്യപ്പെട്ടപ്പോൾ അവളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. വെറുതെ അവളുടെ പേരിൽ പഴിച്ചാരണ്ട. ഉത്തരവാദിത്വം ഇല്ലാതെ പേപ്പറുകൾ സൈൻ ചെയ്ത് കൊടുത്തതുകൊണ്ടുണ്ടായ കോടികളുടെ നഷ്ടം നന്ദനെ അറിഞ്ഞതല്ലേ? ആ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും. ബ്രോ സമ്മതിക്കുന്നില്ലേ? കല്യാണി പറഞ്ഞ ബ്രോ കേൾക്കും. എങ്ങനെയെങ്കിലും ബ്രോയോട് പറഞ്ഞ ആ തീരുമാനം ഒന്ന് മാറ്റി തരണം. കമ്പനി ഭാഗം വെക്കരുത്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അത് തൃച്ചമ്പരത്തിന് മാനക്കേടാ. ഞാൻ എത്ര പറഞ്ഞിട്ട് ബ്രോ കേൾക്കുന്നില്ല. പക്ഷെ കല്യാണി പറഞ്ഞ ബ്രോ കേൾക്കും. അയ്യോ, ഞാൻ പറഞ്ഞ കല്യാണി പറഞ്ഞ ബ്രോ കേൾക്കും. അതെനിക്ക് ഉറപ്പാ. കമ്പനി ഭാഗം വെക്കണം എന്നുള്ള തീരുമാനം ബ്രോയെ കൊണ്ട് എടുപ്പിച്ചത് നന്ദനെ. അവളതെന്നോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഭാഗം വെക്കുന്ന തൃച്ചമ്പരത്തിന്റെ അന്തസ്സിന് ചേർന്നല്ല കല്യാണി. മാത്രമല്ല നാട്ടുകാർ പറയും ചേട്ടനും അനിയനും കൂടി തല്ലൂടി പിരിഞ്ഞാന്ന്. അതൊന്നും കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. തൃച്ചമ്പരത്തെ മൂത്ത മരുമകള് കല്യാണിയല്ലേ. തറവാണ്ട സൽപ്പേര് കളയരുന്ന് ബ്രോയോട് പറയാൻ കല്യാണിക്ക് അവകാശവും അധികാരമുണ്ട്. അതുകൊണ്ട് ബ്രോയോട് പറഞ്ഞ തീരുമാനം ഒന്ന് മാറ്റിക്കണം. അനിയമുഞ്ഞ ഏട്ടത്തിയോടെന്ന പോലെ ഈ കാര്യം എന്നോട് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ അനിയമുഞ്ഞ് കരുതുന്ന പോലെ ഇത് ഭാഗം വെക്കലോ പിരിയലോ ഒന്നുമല്ല. അനിയമുഞ്ഞിനോട് വലിയ കുഞ്ഞ് ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്. കല്യാണി എന്താ ഈ ബ്രോ പറയുന്ന പോലെ പറയുന്നേ? അത് വലിയ കുഞ്ഞെടുത്ത തീരുമാനം നല്ലതായതുകൊണ്ട് ആ തീരുമാനം അനിയമുഞ്ഞ് അനുസരിക്കേ. അതെല്ലാം കൊണ്ട് നല്ലതിനാ. അനിയമുഞ്ഞിന് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവണം. എല്ലാ രംഗത്തും പേരെടുക്കണം. പെറ്റമ്മയുടെ മുഖത്ത് നോക്കി നിങ്ങൾ എന്റെ അമ്മയാണോ എന്ന് ചോദിച്ചത് ഞാനിപ്പോ ഉത്തരം പറയുന്നില്ല. പക്ഷെ നീ അറിയണം, അമ്മ നിന്നെ വേറെ ആനന്ദിനെ വേറെ കണ്ടല്ല വളർത്തിയത്. രണ്ടുപേരെ ഒരുപോലെ കണ്ട വളർത്തിയത്. പക്ഷെ ആനന്ദ് പഠിക്കുന്ന സമയത്ത് തന്നെ ബിസിനസ്സിൽ താല്പര്യം കാണിച്ച് എല്ലാം ഉത്തരവാദിത്തത്തോടെ പഠിച്ചെടുത്തു. അയ്യോ അമ്മ, ബ്രോയ്ക്ക് അതിനുള്ള കഴിവുണ്ടേ. എനിക്കതില്ലാതെ പോയി. അത് എന്റെ തെറ്റാണോ? ഈ 5 വരൽ ഒരുപാലല്ലോ. അമ്മ എനിക്കത് പറഞ്ഞു മനസ്സിലാക്കി തരണമായിരുന്നു. ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യേണ്ട എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്താണ് അമ്മ പ്രയോജനം? എന്റെ മനസ്സിലെ സങ്കടങ്ങൾ തുറന്നു പറയാനാ ഞാൻ കുടിച്ചതേ. ബ്രോ ദേ, ഈ നിൽക്കുന്ന എന്റെ ബ്രോ ഇല്ലേ, ഈ ബ്രോ എന്നെ ആർക്കും വേണ്ടി ഇതുവരെ വിട്ടുകൊടുത്തിട്ടില്ല. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്റെ ബ്രോയ്ക്ക്. അങ്ങനെയുള്ള എന്റെ ബ്രോയാ ഇന്ന് കമ്പനി 2ആയിട്ട് ഭാഗം വെക്കണത് പറയണേ. ബ്രോ തീരുമാനം മാറ്റിന്ന് പറ, എന്നിട്ട് ഞാൻ കഴിക്കാം. അരവിന്ദ്, നീ കഴിക്കുന്നുണ്ടോ ഇല്ലയോ? കഴിക്ക. എനിക്ക് വേണ്ടത് പറഞ്ഞില്ലേ? വേണ്ട, ഞാനെടുത്തോളാം. ഇത് കഴിക്കുന്നേ. എന്റെ ബ്രോ എന്നെ അടിച്ചതിന്റെ സ്നേഹം കൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനെനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ ബ്രോ. പക്ഷെ നന്ദനയ്ക്ക് അത് ഫീൽ ആയിട്ടുണ്ടാവും.
അല്ല നന്ദന, ബ്രോയിനെ അടിച്ചത് എന്നുള്ള വെറുപ്പുണ്ടോന്നല്ല കേട്ടോ, സ്നേഹം കൊണ്ടാ. എന്നെ വഴക്ക് പറയാനും അടിക്കാനും ഒക്കെ ഉള്ള അവകാശം അധികാരം എന്റെ മുന്നോളം ഉറവയ്ക്കുന്നു. ഇത് കഴിക്കുന്നേ. എന്റെ നന്ദനം, നീ ആദ്യം അത് മനസ്സിലാക്കുക. നീ അത് മനസ്സിലാക്കി തീർന്നു കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. അത് എന്റെ ഈ ബ്രോ ഇല്ലേ, എന്നെ കൊന്നാ പോലെ എനിക്കൊരു പരാതിയില്ല. എന്റെ ജീവനായി ബ്രോ. കല്യാണി, കല്യാണി, കൃഷ്ണേട്ടോ വിട്. ഇവിടെ ഞാനൊന്ന് വേണ്ട, ഇങ്ങോട്ട് ഞാനൊന്ന് പറയട്ടെ. വിട് കൃഷ്ണേട്ടാ. ഇവളെന്താ കാണിക്കുന്നത് കണ്ടില്ലേ? എല്ലാം കണ്ടു. നീ ഇങ്ങോട്ട് വാ. എങ്ങോട്ട്? ആദ്യം ഇവളെ പൂജയെന്ന് പിടിച്ച് എഴുന്നേപ്പിക്ക്. അഖില, ആദ്യം ഒന്ന് പുറത്തേക്ക് വാ. ബാക്കിയെല്ലാം നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. കൃഷ്ണേട്ടാ, ആദ്യം ഇവളോട് ഇവിടുന്ന് എഴുന്നേക്കാൻ പറയും. ഞാൻ പറയുന്ന പോലെ കേക്ക്. ഇവിടെ നിന്ന് സംസാരിക്കണ്ട, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. കൃഷ്ണേട്ടൻ പറഞ്ഞനുസരിച്ച് കാരണവർ പൂജയ്ക്ക് വന്നതാ ഞാൻ. അതിനു മുൻപ് ആരാ ഇവളോട് പൂജ ചെയ്യാൻ പറഞ്ഞേ? അല്ലെങ്കിൽ തന്നെ കാരണവർ പൂജ ചെയ്യാൻ ഇവളാരാ? ആദ്യം ഇവള് പൂജ മതിയാക്കി എഴുന്നേക്കാൻ പറയും. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതുപോലെ ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക. കൃഷ്ണേട്ടൻ വിടും. എന്ത് അധികാരത്തിന്റെ പുറത്താ? ആര് പറഞ്ഞിട്ടാ ഇവളീ പൂജ ചെയ്തതെന്ന് എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. തൃച്ചംബരത്തെ ഗുരുകാരണവന്മാർക്ക് പൂജ ചെയ്യേണ്ടത് ഇവിടുത്തെ ജോലിക്കാരിയല്ല. അത് ഗുണത്തിലേറെ ദോഷമുണ്ടാക്കും. ഈ കുടുംബത്തിന് നന്മ വരണമെന്ന ലക്ഷ്യത്തോടുകൂടി പൂജ ചെയ്യുന്ന ഏതൊരാളെയും കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കാരണന്മാർ കാണത്തുള്ളൂ. അച്ഛൻ പറയുന്നത് ശരിയാമ്മേ. അമ്മ കല്യാണിയുടെ മനസ്സ് കാണാത്തതിന്റെ കുഴപ്പം ഈ കുടുംബത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവര് ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ്. അവരുടെ പ്രാർത്ഥനകളെ തടസ്സപ്പെടുത്തുകയല്ല, പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്. കൊള്ളാം. കല്യാണിയുടെ കാര്യം വന്നപ്പോ അച്ഛനും മോനും ഒരേ നാക്ക്. നിങ്ങൾ രണ്ടുപേരും ഇനി എന്തൊക്കെ വാദിച്ചാലും കല്യാണി എനിക്ക് തൃച്ചംബരത്തെ ഒരു ജോലിക്കാരി മാത്രമാണ്. അല്ലാതെ തൃച്ചംബരത്തെ ഒരു സ്ഥിരം അംഗമായോ കുടുംബാംഗമായോ എനിക്ക് കാണാൻ പറ്റില്ല. ഈ തൃച്ചംബരം തറവാടിനൊരു അന്തസ്സുണ്ട്. അതൊന്നിന്റെ പേരിലും കളങ്കപ്പെടുത്താനാവില്ല. കാരണവ കോപത്തിന്റെ ഫലമാണോ ഈ അനർത്ഥങ്ങളെന്ന് ഭയക്കുന്ന നേരത്താ ഇപ്പൊ ഈ കുടുംബവുമായി യാതൊരു ബന്ധമില്ലാത്ത കല്യാണി കാരണവർ പൂജ ചെയ്യുന്നത്. ഈ പൂജ കാരണവന്മാരെ എങ്ങനെ അംഗീകരിക്കും? ഇത് പൂർവിക ശാപം വരുത്തിവെക്കും. അതുകൊണ്ട് തന്നെ കാരണവർ പൂജ കല്യാണി ചെയ്യാൻ പാടില്ല. ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അഖില, ഒരു നിമിഷം. നീ ദൂരെ നിന്ന് കല്യാണി എന്നൊന്ന് വിളിച്ചാൽ നിന്റെ മുന്നിൽ പതറി നിൽക്കുന്ന കല്യാണി ഇപ്പൊ നീ അടുത്ത് ചെന്ന് കല്യാണി എന്ന് അലറി വിളിച്ചിട്ടും അവൾ ആ ശബ്ദം കേട്ടില്ല. അത്രയ്ക്ക് ശ്രദ്ധയുടെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് അവൾ.
അവൾക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവൾ അറിയുന്നില്ല. അതാണ് അർപ്പണബോധത്തോടെയുള്ള പ്രാർത്ഥന. അത് അവൾക്കോ അവളുടെ കുടുംബത്തിനോ വേണ്ടിയല്ല, നമുക്ക് നല്ലതിനു വേണ്ടിയാ, നമ്മുടെ കുടുംബത്തിലെ അനർത്ഥങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാ. അന്തസ് അഭിമാനം എന്നൊക്കെ പറഞ്ഞ് നീ കല്യാണി ചെയ്യുന്ന ഈ പൂജ പകുതിക്ക് മുടക്കി വെച്ചാൽ ദൈവദോഷമുണ്ടാകും. ദൈവകോപം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാ. ദേവി, ഇത് അച്ഛനും അമ്മയും എന്റെ ഈ തീരുമാനം അംഗീകരിക്കണം. ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം ഞാൻ അമ്മോട് ചോദിച്ചു. ആ തെറ്റിന് ഞാൻ എന്റെ അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാം. മാപ്പ്. എപ്പോഴത്തെയും പോലെ എന്റെ പ്രോ എംഡി ആയിട്ടിരുന്നാ മതി. ഞാൻ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെല്ലാരും ആഗ്രഹിക്കുന്ന പോലെ വലിയ ആളായിട്ട് കാണിക്കാം. അതുപോലെ എന്റെ പ്രോയ്ക്ക് വേറൊന്നിനുമല്ല ഈ MD സ്ഥാനം. ഇതിലൂടെ നിനക്കൊരു ധൈര്യവും ആത്മവിശ്വാസവും കിട്ടും. നീ വലിയൊരു ബിസിനസ്സുകാരനാവും, എനിക്ക് ഉറപ്പാ. മാഡം, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. വല്യുകുഞ്ഞൊരിക്കലും അനിയകുഞ്ഞിനെ ഒന്നിലും മാറ്റി നിർത്തില്ലെന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കമ്പനി ഭാഗം വെക്കണമെന്ന് നന്ദന മേഡം ആവശ്യപ്പെടുമ്പോ വല്യുകുഞ്ഞ് കമ്പനി ഭാഗം വെക്കില്ലെന്നും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്നും എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. കാരണം വിലാസിനി മേഡം പറഞ്ഞതുപോലെ വല്യുകുഞ്ഞും അനിയകുഞ്ഞും തൃച്ചംബരത്തെ രാമലക്ഷ്മണന്മാർ തന്നെയാ. അതുകൊണ്ടാ എനിക്ക് നന്ദന മേഡത്തിനോട് അങ്ങനെ പറയേണ്ടി വന്നത്. അതിന്റെ കാര്യകാരണങ്ങൾ നിന്നോട് ഞാൻ ചോദിച്ചോ? ഇല്ലല്ലോ. അതുകൊണ്ട് ആസ്ഥാനത്ത് കയറി അഭിപ്രായമൊന്നും പറയണ്ട. നിനക്ക് അടുക്കളയിലല്ലേ ജോലി? പോയിക്കോ. കല്യാണി നിൽക്ക്. ഞാൻ അരവിന്ദിനെ വഴക്ക് പറഞ്ഞത് അവൻ കാര്യമാക്കിയില്ലെങ്കിലും നിനക്കത് അപമാനം ഉണ്ടാക്കിയെന്നറിഞ്ഞപ്പോ പാടില്ലായിരുന്നു എന്ന് തോന്നി. ക്ഷമിച്ചേക്ക്. നീ ആഗ്രഹിച്ചതുപോലെ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ അരവിന്ദ് വലിയൊരാളാവും, ഉറപ്പ്. അതിന്റെ ഒരു തുടക്കമായിട്ട് കണ്ടാൽ മതി ഇതിനെ. ഇവളത് എന്ത് കാണിക്കുക? നന്ദന, നീ എന്തായി കാണിക്കുന്നു? നന്ദന, നീ എന്തിനാ ഡോക്യുമെന്റ്സ് കീറി കളയുന്നത്? കല്യാണി, ആദ്യം നീ ചെയ്യുന്നതെന്തും തെറ്റായിട്ടേ തോന്നൂ. പക്ഷേ അതീ കുടുംബത്തിന്റെ നന്മയ്ക്കായിരുന്നു എന്ന്
അതിന്റെ അവസാനം ബോധ്യപ്പെടൂ. നിനക്ക് നല്ലതേ വരൂ. കമ്പനികൾ ഭാഗം വെച്ച് രാമലക്ഷ്മണന്മാർ പരസ്പരം വാളെടുക്കുമെന്ന് കരുതിയപ്പോ നന്ദനയ്ക്ക് മാതൃകാ മരുമകൾ പട്ടം. പ്രിയങ്ക, ഹലോ. എന്തായി ഗംഗ? തൃച്ചംബരത്തെ നന്ദന സമരം വിജയത്തിലെത്തിയോ? പറഞ്ഞു, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് രണ്ടായി പിളർന്നില്ലേ? പിളർന്നു. കമ്പനികൾ അരവിന്ദിന്റെ പേരിലും എഴുതി വെച്ചു. ഗുഡ്. അപ്പോ ഞാൻ നന്ദനെ മീറ്റ് ചെയ്തതിന് ഫലം കണ്ടു. നന്ദനെ കണ്ടെന്നോ? എപ്പോ? ആനന്ദ് അരവിന്ദിനെ വഴക്കു പറഞ്ഞത് നന്ദനയ്ക്ക് അപമാനമായിന്ന് നീ എന്നോട് ഫോൺ വിളിച്ചു പറഞ്ഞില്ലേ? അതെ. അന്ന് നന്ദന പോകാറുള്ള റെസ്റ്റോറന്റിൽ വെച്ച് ഞാൻ അവളെ കണ്ടു. കണ്ടത് വെറുതെ അല്ല, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞത് തൃച്ചംബരം വീതം വെക്കണമെന്നല്ല, കമ്പനികളെ രണ്ടാക്കി ഒരു ഭാഗം അരവിന്ദിനെ ഏൽപ്പിക്കണമെന്നാ. നിന്റെ പ്ലാനും പദ്ധതികളൊക്കെ വളരെ വളരെ നന്നായിരുന്നു. പക്ഷേ നീ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. എന്താ ഗംഗി നീ പറയുന്ന? അതെ പ്രിയങ്ക, നിന്റെ പ്ലാനുകൾ പോലെ തന്നെ കാര്യങ്ങൾ 90% വരെ എത്തിയതാ. അഡ്വക്കേറ്റ് ഭാഗപത്രവും തയ്യാറാക്കി എത്തി. ആ വക്കീലിനെ എനിക്കും നിനക്കും നന്നായി അറിയാം. അഡ്വക്കേറ്റ് രാജലക്ഷ്മി. വല്യുഞ്ഞോ? താങ്ക്സ്. താങ്ക്സോ? എന്തിന്? നന്ദനയുടെ പ്രശ്നത്തിൽ തൃച്ചംബരത്തെ മൂത്ത മരുമകളുടെ ഉത്തരവാദിത്വം നന്നായിട്ട് നിറവേറ്റിയതിന്. അനിയൻകുഞ്ഞിന് വേണ്ടി കമ്പനി മുഴുവൻ എഴുതി കൊടുക്കാൻ തയ്യാറായ വല്യുഞ്ഞിന്റെ മനസ്സുണ്ടല്ലോ, അതിന്റെ മുന്നിൽ ഞാൻ ചെയ്തതൊന്നും ഒന്നുമല്ല. അല്ലെങ്കിൽ തന്നെ നീ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്ത പല കാര്യങ്ങളും പുറത്തു പറഞ്ഞിട്ടില്ലല്ലോ. ഇതിലും പ്രിയപ്പെട്ടതാ എനിക്കെന്റെ വല്യ കുഞ്ഞ്. കല്യാണിയുടെ ജീവിതത്തിൽ വിലയിടാനാവാത്ത സമ്പാദ്യം. ഗംഗേ, പ്രിയങ്ക വല്ലാതെ കോപിച്ചിരിക്കുകയാണ്. അഖിലാണ്ടേശ്വരിയെ തകർക്കാൻ എന്ത് പദ്ധതികൾ പ്ലാൻ ചെയ്താലും അതെല്ലാം പരാജയപ്പെടുകയാണ്. അതിലവൾക്ക് വല്ലാത്ത ദുഃഖവും അതിലേറെ കോപവുമുണ്ട്. പരാജയം നമ്മൾ മനഃപൂർവ്വം ഏറ്റുവാങ്ങുന്നതല്ലോ ശ്രീനിയേട്ട. അതെ, അക്കാര്യത്തിൽ അവൾ എന്തെങ്കിലും നിന്നോട് ദേഷ്യപ്പെട്ടാൽ നീ അത് കാര്യമാക്കണ്ട കേട്ടോ. കോഫി വേണോ? വേണ്ട. അല്ല, ഇതെന്താ ഒരു കപ്പ് കോഫി തിരികെ കൊണ്ടുവന്നത്? മുറിയിൽ അരവിന്ദ് സാർ മാത്രമേ ഉള്ളൂ, നന്ദനമ്മയുടെ ഇല്ല.
മേഡം ഇല്ലേ? രാവിലെ ഇതെവിടെ പോയി? ഞാൻ കോഫി അവിടെ വെച്ചപ്പോ അരവിന്ദ് സാറ് പറഞ്ഞു വെക്കണ്ട, മാഡം ഇവിടെ ഇല്ല, കോഫി കൊണ്ടുകൊള്ളാൻ. ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കുക. നിന്റെ മുഖം എന്താ കല്യാണി ഇങ്ങനെ വാടിയിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല സുജാതേച്ചി. അതല്ല, നിനക്കെന്തോ സങ്കടമുണ്ട്. എന്നോട് പറയാവുന്നാണെങ്കിൽ പറയേ. നിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് ചോദിച്ചതാ. നിന്നെ അന്യനാക്കി മാറ്റി നിർത്താനല്ല ഞാൻ അങ്ങനെ. നീ ഇങ്ങനെ ഒരു ദുർബലനാവരുത്. ഹലോ, ആരാ? എന്ത് വേണം? ചോദിച്ചത് കേട്ടില്ലേ? ആരാന്ന്? പിരിവിന് വന്നതാണെങ്കിൽ ഓഫീസിൽ ചെന്നാ മതി. അത്തരം ഇടപാടുകളൊക്കെ അവിടെയാ. അതല്ല മറ്റെന്തെങ്കിലും ആവശ്യമാണെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. അല്ല, എനിക്ക് മനസ്സിലായില്ല. ചോദ്യം മനസ്സിലായില്ലെന്നാണോ അതോ ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലെന്നാണോ? രണ്ടും. ഞാൻ ഇവിടുത്തെ മൂത്ത മരുമകളാ. ഇപ്പൊ മനസ്സിലായോ? അല്ല, താനാരാ? തനിക്കെന്താ വേണ്ട? എനിക്കൊന്നും വേണ്ട. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മകന്റെ കല്യാണം കഴിഞ്ഞിരുന്നു. ഞാൻ അറിഞ്ഞില്ല. അത് വഴിയെ പോകുന്നവരൊന്നും അറിയണമെന്നില്ല. അങ്ങനെയുള്ളവരെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. സഹദേവനോ? എടുത്തി ഏട്ടാ, സഹദേവ, നിനക്കൊരു മാറ്റമില്ലല്ലോടാ. നീ എന്താ ഒരറിയിപ്പും ഇല്ലാതെ ഒരു വരവ്? അതെ ഏട്ടത്തി, ഒരു ബിസിനസ് ആവശ്യമായിട്ട് ശ്രീലങ്ക വരെ വന്നതാ. അപ്പൊ പിന്നെ ഇവിടെ വന്ന് നിങ്ങളെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. നന്നായി. യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖം. ആ, നീ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇതാണ് ഗംഗ. പരിചയപ്പെട്ടു. പറഞ്ഞതുപോലെ വിലാസിനി എവിടെ? ജയന്തി, വിലാസിനി വിളിക്ക്. വേണ്ട, വിലാസിനി പുറത്ത് കാറിൽ ഇരിപ്പുണ്ട്. വിലാസിനിയുടെ വീട് വരെ ഒന്ന് പോണം. അവളെങ്ങനെ സഹദേവന്റെ കൂടെ വന്നു? ഞാൻ വിലാസിനെ വിളിച്ച് വണ്ടിയായിട്ട് എയർപോർട്ടിൽ വരാൻ പറഞ്ഞിരുന്നു. എന്റെ വരവ് ഒരു സസ്പെൻസ് ആയിരിക്കണമെന്നും പറഞ്ഞു. നമുക്ക് വിലാസിനെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? വേണ്ട, ഇപ്പൊ ആരും വിലാസിനെ കാണണ്ട. അവളൊരല്പം നീരസത്തില. അവളുടെ വീട്ടിലേക്ക് പോകണ്ടെന്ന് പിരിവാശി. പറ്റില്ല എന്ന് ഞാനും. എന്റെ അനുവാദമില്ലാതെ കാറിൽ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞിരിക്കുക. വല്യുഞ്ഞേ, കാത്തുനിന്ന് മുഷിഞ്ഞോ? നിനക്ക് വേണ്ടി ഒരു യുഗം മുഴുവൻ കാത്തു നിന്നാലും എനിക്ക് മുഷിയില്ല കല്യാണി. ആ പിന്നെ അച്ഛൻ കുളിക്കാൻ കയറിയതൊക്കെ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് വേഗം പോണം. എന്തിനാ വല്യുഞ്ഞെ വിളിച്ചത്? എന്താ കല്യാണി, ഞാൻ ആദ്യമായിട്ട് നിന്നെ വിളിക്കുന്നത് പോലെ. അതെ, ഭാര്യയും ഭർത്താവും ഒക്കെ ശരി തന്നെയാ. അച്ഛന്റെ വഴക്ക് ഞാൻ കേൾക്കേണ്ടി വരും. ഓ, അല്പം വഴക്കൊക്കെ കേൾക്കേണ്ടി വരും. എനിക്ക് വേണ്ടിയല്ലേ? ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ.
ചില സന്തോഷ വാർത്തകളൊക്കെ നേരിട്ട് പങ്കുവയ്ക്കാനാ നിന്നെ ഞാൻ വിളിച്ചത്. ആ എനിക്കറിയാം, വിലാസിനി മേഡം ഇവിടെ വിട്ടു പോയ കാര്യമല്ലേ? അതെ, അങ്ങനെ തൃച്ചംബരത്ത് നിന്ന് ഒരു വലിയ ശല്യം ഒഴിഞ്ഞു കിട്ടി. സഹദേവൻ സാറ് പെട്ടെന്ന് വരികയും കൊണ്ടുപോവുകയും ചെയ്തല്ലോ, എന്താ കാര്യം? അതിന്റെ പിന്നില് നമ്മുടെ അച്ഛൻ തന്നെയാ. എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരല്ലേ കല്യാണി. ഇളയമ്മയാ തൃച്ചംബരത്തിന്റെ അസ്വസ്ഥത. ഇപ്പോ അത് മാറി. പക്ഷേ ഈ സഹദേവൻ സാറിന് സമാധാനം ഉണ്ടാവോ? ഇളയച്ചന് ഏതു നേരവും തിരക്കല്ലേ, ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരം ഉണ്ടാവില്ല. പിന്നെ അവിടെ ഫ്ലാറ്റിലല്ലേ താമസം. പല ഭാഷക്കാര്, പല സ്വഭാവക്കാര്, ആരും പരസ്പരം അറിയ പോലുമില്ല. ഓരോരുത്തർക്കും അവരവരുടെ കാര്യം. ഇനി അഥവാ ഇളയമ്മ ആരെങ്കിലും പരിചയപ്പെട്ട അവര് വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് പോന്നോളൂ. ചുരുക്കി പറഞ്ഞ നമുക്കിനി ആരെയും പേടിക്കണ്ട. ഒളിഞ്ഞു നിന്ന് കേൾക്കാനും മറഞ്ഞു നിന്ന് കാണാനും ഇളയമ്മ ഇല്ലല്ലോ. തൃച്ചംബരത്തെ ഏത് പൂമരങ്ങൾക്ക് കീഴിൽ നിന്നും നമുക്ക് പ്രണയിക്കാം. തൃച്ചംബരത്തെ ഈ രാക്കാറ്റും രാക്കുയിലിന്റെ പാട്ടും പെയ്തിറങ്ങുന്ന പൂനിലാവും ആവോളം ആസ്വദിക്കാം. ഒറ്റയ്ക്ക് നിന്നങ്ങ് ആസ്വദിച്ചോ. രാക്കുയിലിന്റെ പാട്ടും പെയ്തിറങ്ങുന്ന പൂനിലാവും രാക്കാറ്റും ഒക്കെ ആസ്വദിച്ച് നിന്നാലേ വീട്ടിൽ ചെല്ലുമ്പോ ഒരു സുനാമി കുളി കഴിഞ്ഞിങ്ങ് ഇറങ്ങും. പിന്നെ എന്നെ പടിയടച്ച് പിണ്ടം വെക്കും. അപ്പഴേ ഞാൻ പോണേ. കല്യാണി നിൽക്ക്. ഏട്ടൻ എന്നെ കാത്തു നിൽക്കായിരുന്നു തോന്നുന്നു. തോന്നലല്ല, അതാണ് സത്യം. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെയും ശിവരാമകൃഷ്ണന്റെയും രാജകുമാരനെ പോലത്തെ മകൻ അതേ വീട്ടിലെ അടുക്കളക്കാരിയെ പ്രേമിക്കുന്നത് നമ്മുടെ തറവാടിന്റെ അന്തസ്സിനും പാരമ്പര്യത്തിനും ചേർന്നതാണോ? അവൾ എന്നോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതാണ്. എനിക്ക് ഉത്തരം മുട്ടിപ്പോയി. എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ഈ ചോദ്യത്തിന് ഏട്ടന് ഉത്തരം തരാൻ കഴിയുമോ? പറയ്. നിനക്ക് ചോദിക്കാനുള്ള എല്ലാം ചോദിച്ചു തരട്ടെ, എന്നിട്ട് ഒടുവിൽ ഞാൻ മറുപടി പറയാം. വിലാസിനി ചോദിച്ച അടുത്ത ചോദ്യം, അവൾ തൃച്ചംബരത്തെ ആരാണ്? ഏട്ടന്റെ അഖിലേട്ടത്തിന്റെ അനിയത്തി, തൃച്ചംബരത്തെ സഹദേവന്റെ ഭാര്യ. അവൾക്ക് ഈ കുടുംബത്തോട് ഉത്തരവാദിത്വമില്ലേ? ഈ തറവാടിന്റെ അഭിമാനം സംരക്ഷിക്കാൻ അവളും ബാധ്യസ്ഥയല്ലേ? ഈ തറവാടിന്റെ കുലമഹിമയും ആഭിജാത്യവും മുറുകെ പിടിച്ചു അത് പവിത്രമായി സംരക്ഷിക്കാൻ പാടുപെടുന്ന അഖിലേട്ടത്തെ സഹായിക്കേണ്ടത് അവളുടെ കടമയല്ലേ? ഈ തറവാട്ടിലെ മൂത്ത മകനാണ് ആനന്ദ്. ഇളയ മകൻ അരവിന്ദനെ കൂടാതെ ആനന്ദിനെ കണ്ടു വളരുന്ന മറ്റു 2 കുട്ടികൾ കൂടിയുണ്ട് ഇവിടെ, ഞങ്ങളുടെ മക്കൾ. ആനന്ദ് ഒരു അടുക്കളക്കാരിയെ വിവാഹം കഴിച്ചാൽ ഭാവിയിൽ അതേ മാർഗം സ്വീകരിക്കാൻ ഒരു മടിയും കാണിച്ചെന്ന് വരില്ല ഞങ്ങളുടെ 2 മക്കളും. അവിടെ വിലാസിനി ആന്റി നാട് കടത്താനുള്ള ഗൂഢാലോചന നടക്കുക. നാട് കടത്താനുള്ള ഗൂഢാലോചനയോ? അതെ, ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാ. വിലാസിനി ആന്റി ഗൾഫിലേക്ക് കൊണ്ടുപോവാനാ സഹദേവൻ അങ്കിള് വന്നത്. വിസ റെഡിയാക്കാനത്ര വെയിറ്റ് ചെയ്യുന്നത്. ജയന്തി, നേരാണോ നീ പറയുന്നത്? ഞാൻ ഇന്ന് കഴിച്ച ചിക്കൻ സൂപ്പാണ് സത്യം. വേഗം എന്തേലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ സഹദേവൻ അങ്കിള് വിലാസിനി ആന്റിയും കൊണ്ട് തൃച്ചംബരത്തുനിന്ന് പോവും. ഗംഗേ, ആരെ ഇപ്പൊ വിളിക്കുന്നേ? ഞാനൊന്ന് വിലാസിനി ആന്റിയെ വിളിക്കട്ടെ. നീ പറഞ്ഞ സത്യമാണെന്നറിയാലോ. ഗംഗയെ വിലാസിനി ആന്റിയെ വിളിച്ചാ കിട്ടില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാണെന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് വട്ടം വിളിച്ചു നോക്കി. ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ നീ വിളിച്ചോ. ഞാനിപ്പോ വിളിക്കുന്ന വിലാസിനി ആന്റി അല്ല, പ്രിയങ്ക.
അവിടെ നിന്ന് പുറപ്പെടുന്നതും തിരിച്ചെത്തുന്നതും. ശരി, ഞങ്ങൾ വരാവേ. ശരി. ദാ. ഹലോ. കട്ടായി. നമ്മളൊന്ന് നേരിട്ട് കാണണമെന്ന്. ഫോണിലൂടെയുള്ള പറച്ചില് അപകടകരമാണെന്നാണ് പ്രിയങ്ക പറയുന്നത്. കല്യാണി, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നത്? അതല്ല വല്യുഞ്ഞെ, ഞാൻ നന്ദന മാഡത്തിന്റെ കാര്യം ചോദിച്ചപ്പോ അനിയമുഞ്ഞ് ആദ്യം ഒഴിഞ്ഞു മാറുമായിരുന്നു. പിന്നീട് നിർബന്ധിച്ച് ചോദിച്ചപ്പോഴാ എന്നോട് നന്ദന മാഡം 2 ദിവസത്തേക്ക് വീട്ടിൽ പോയതാണെന്ന് പറഞ്ഞത്. കല്യാണി, അരവിന്ദ് പറഞ്ഞു തന്നെയായിരിക്കും സത്യം. കമ്പനി ഭാഗം വെപ്പിക്കാൻ നോക്കിയതിന്റെ കുറ്റബോധം അമ്മയെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായേക്കാം. അതായിരിക്കും ഇങ്ങനെ പെട്ടെന്നൊരു പോക്കിന് കാരണം. മാത്രമല്ല, അവൾക്കൊരു ബിസിനസ് മീറ്റ് ഉണ്ടെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാലും അത് അനിയകുഞ്ഞിന് സങ്കടമായിട്ടുണ്ട്. ഇന്ന് എന്റെ കെട്ടിയോൾക്ക് കരയാനൊരു കാരണമായല്ലോ. നന്ദന നല്ല കുട്ടിയാ. അവളുടെ മനസ്സിന്റെ വലിപ്പം നമ്മൾ ആ കമ്പനിയുടെ കാര്യത്തിൽ കണ്ടതുവാ. ഇളയച്ചൻ പറയുന്നത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതെ, തൃച്ചംബരത്തിനൊരു പ്രൗഢിയോ അന്തസ്സും ഉണ്ട്. അതെന്റെ ഏട്ടത്തി, നിന്റെ അമ്മ നന്നായി കാത്തു സൂക്ഷിക്കുന്നുമുണ്ട്. അതങ്ങനെ തന്നെ പോട്ടെ. നിനക്കും എനിക്കും ഈ തറവാടിനുമൊക്കെ അത് തന്നെയാ നല്ലത്. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. പ്രായത്തിന്റേതായ ചില തോന്നലുകൾ നിന്നിലും ഉണ്ടായിട്ടുണ്ടാവാം. അത് വലിയ അപരാധമാണെന്നൊന്നും ഇളയച്ചൻ പറയുന്നില്ല. പക്ഷേ അകറ്റി നിർത്താനുള്ളതൊക്കെ അതാതിന്റെ സമയത്ത് അടർത്തി മാറ്റിയേക്കണം. ഇളയച്ചൻ ഉദ്ദേശിക്കുന്നത് അതെന്താണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. ദാസേട്ടന്റെ മകളുടെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ആനന്ദ്, അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്, ഒരു ചെറിയ ലോകം. അതിൽ അച്ഛനും മകളും സന്തോഷം കണ്ടെത്തുന്നുമുണ്ട്. ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ച് ആ കുടുംബത്തിന്റെ സന്തോഷം ഊതിക്കെടുത്തരുത് നീ. അതല്ല, നീ എന്റെ ഏട്ടനും ഏട്ടത്തിക്ക് അപ്പുറത്തായി അങ്ങ് വളർന്നിട്ടുണ്ടെന്ന് വല്ല തോന്നലും വന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാ. ഈ തൃച്ചംബരത്ത് എന്റെ ഏട്ടനും ഏട്ടത്തിയും പറയുന്നതായിരിക്കും അവസാന വാക്ക്. ആനന്ദൻ, നീ എന്താ ഇങ്ങനെ മാറിപ്പോയത്? ഏട്ടത്തിയുടെ വാക്ക് ധിക്കരിക്കുന്നവനായിരുന്നില്ലല്ലോ നീ. അമ്മയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന മകൻ. ഈയിടെ നീ പല പ്രാവശ്യങ്ങളായിട്ട് ഏട്ടത്തിയോട് തട്ടിക്കയറിയതായിട്ട് ഞാൻ അറിഞ്ഞു. അതും എവിടെ നിന്നും വലിഞ്ഞു കയറി വന്ന ഒരു അടുക്കളക്കാരി പെണ്ണിനു വേണ്ടി. ഞാനിവിടെ ഉള്ളപ്പോ ഇളയവനെ കൊണ്ടായിരുന്നു ഏട്ടത്തിക്ക് സ്വൈര്യക്കേട്. ഇപ്പോ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് കരക്കടിപ്പിച്ചപ്പോ നീ ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ ഏട്ടത്തിയെ തോൽപ്പിക്കാൻ. എടാ, നീയൊക്കെ കാണിക്കുന്നത് കണ്ടും കെട്ടും സഹിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട് ഇവിടെ, എന്റെ ഏട്ടൻ. ആ ഹൃദയം തുന്നിക്കെട്ടി വെച്ചിരിക്കുകയാണെന്ന കാര്യം മറക്കരുത് നീ. ബെല്ലടിക്കുന്നുണ്ടോ? ബെല്ലൊക്കെ ഉണ്ട്, പക്ഷെ എടുക്കുന്നില്ലല്ലോ. നീ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്ക്. ഗുഡ് മോർണിംഗ് അങ്കിളെ. നീ കുറെ നേരമല്ലോ വിളിക്കാൻ തുടങ്ങിയിട്ട്. നീ വിളിച്ചുകൊണ്ടിരിക്കുന്നതേ എന്റെ കയ്യിലിരിക്കുന്ന ഫോണിലാ. നീയൊക്കെ കൂടിയാ വിലാസിനെ ഇത്ര വഷളാക്കുന്നത്. എടി, നിനക്കൊന്നും ഒരു പണിയുമില്ലേ? കണ്ടവരുടെ കുറ്റവും കുറവും കണ്ടെത്തി ഏഷണിയും പരദൂഷണവും പറഞ്ഞ് ഇത്തിൽ കണ്ണികളെ പോലെ അന്യരുടെ അന്നവും തിന്ന് ചീർക്കുന്ന കെട്ട ജന്മങ്ങൾ. വിലാസിനായിട്ട് നിനക്ക് എന്താടി ഏർപ്പാട്? അത് അങ്കിളെ, പിന്നെ അയ്യോ, ഇത് ഞാൻ ദുബായ് വെച്ച് എന്റെ ഡയറി ചുവന്ന മഷി കുറിച്ചിട്ടതാ.
ഇത് തരാതെ പോയാലേ എനിക്കൊരു മനസമാധാനവും കിട്ടില്ല. സ്വന്തം കുടുംബവും ഒരുത്തിന്റെ ജീവിതവും തകർത്തിട്ട് മറ്റുള്ളവരുടെ സ്വസ്ഥത നശിപ്പിക്കാൻ നടക്കുന്നു. നിന്നെ ഇവിടെ തള്ളിയിട്ട് പോയ നിന്റെ ആദരണീയരായ അച്ഛനെ അമ്മയും ഒന്ന് കാണണമെന്ന് കരുതിയതാ. ഇതുപോലൊരു പാരിതോഷികം അവർക്കും കൊടുക്കണമായിരുന്നു. അതിന് സമയം കിട്ടാതെ പോയി. അടുത്ത തവണ ഞാനിവിടെ വരുമ്പോ നിന്നെ ഒന്ന് ഈ തൃച്ചംബരത്തിന്റെ പരിസരത്ത് പോലും കണ്ടുപോരുന്നു. മനസ്സിലായോടി? മനസ്സിലായി. തൃച്ചംബരത്തിന് ചുറ്റും കുറെ ഭൂതഗണങ്ങളും ഉപദേവതകളും എല്ലാത്തിനെ ആവാഹിച്ച് ഏതെങ്കിലും അരയാലിൽ തളച്ച് ഇതിനു ചുറ്റും പുണ്യാഹം തളിക്കണം. ശാപിക്കപ്പെട്ട ജന്മങ്ങൾ. അയ്യോ, അങ്കിളുടെ കൈ ഇരുമ്പോലൊക്കെയാണോ? എന്റെ അണപ്പല് പെണ്ണിലും പോലെയായി.